ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഓഗസ്റ്റ് 26 ഇന്ന് കത്തോലിക്ക തിരുസഭ മാർപ്പപ്പയായ വിശുദ്ധ സെഫറിന്യൂസിന്റെ തിരുനാളാണ് ആഘോഷിക്കുന്നത്. മതപീഡനം കൊടുമ്പിരിക്കൊണ്ടിരുന്ന കാലത്ത് ഏകദേശം 18 വർഷത്തോളം സഭാ നൗകയെ നയിച്ച വിശുദ്ധനാണ് സെഫറിന്യൂസ് മാർപ്പാപ്പ. റോമിലാണ് സെഫറിന്യൂസ് മാർപ്പാപ്പയുടെ ജനനം. അദ്ദേഹത്തിന്റെ ബാല്യത്തെക്കുറിച്ചോ പൗരോഹിത്യ ജീവിതത്തെക്കുറിച്ചോ ഉള്ള രേഖകളൊന്നും തന്നെ ലഭ്യമല്ല. വിക്ടർ ഒന്നാമൻ മാർപ്പാപ്പയുടെ നിര്യാണത്തെ തുടർന്നാണ് സെഫറിന്യൂസ് മാർപ്പാപ്പയായി നിയോഗിക്കപ്പെടുന്നത്. നമ്മുടെ സഭയുടെ 15ാമത്തെ മാർപ്പാപ്പയാണ് അദ്ദേഹം. സേവേരോസ് ചക്രവർത്തി മതപീഡനം ആരംഭിച്ച AD 202 തന്നെയാണ് സെഫറിന്യൂസ് മാർപ്പാപ്പയായി ചുമതലയേൽക്കുന്നത്. ചക്രവർത്തിയുടെ മതപീഡനം ഏകദേശം 9 വർഷത്തോളം നീണ്ടുനിന്നു. ഈ കാലയളവിലെല്ലാം തന്നെ മാർപ്പാപ്പ സധൈര്യം സഭാ നൗകയെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. ചക്രവർത്തിയുടെ മതപീഡനത്തിന് വിധേയരായവരെ മാർപ്പാപ്പ ആശ്വസിപ്പിച്ചു. വിശ്വാസത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്ത രക്തസാക്ഷികൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ ആനന്ദവും മതത്യാഗികളും പാഷണ്ഡികളും അദ്ദേഹത്തിന്റെ ഹൃദയത്തെ കുത്തിമുറിച്ചിരുന്ന കുന്തങ്ങളുമായിരുന്നു. ആ ഒരു കാലഘട്ടത്തിലാണ് മോന്തനിസ്റ്റ് പാഷണ്ഡത പൊട്ടിപ്പുറപ്പെടുന്നത്. മോന്തനൂസ് എന്നൊരാൾ പരിശുദ്ധാത്മാവിന്റെ ഭാഗം അഭിനയിച്ച് യേശുവിന്റെ 2ാമത്തെ വരവിന് വേണ്ടി ജനങ്ങളെ ഒരുക്കുവാൻ തുടങ്ങി. മാർപ്പാപ്പ ഈ പാഷണ്ഡിയെ ശപിച്ചു. അങ്ങനെ ആ ഒരു പാഷണ്ഡതയ്ക്ക് അവസാനമായി. അതേ തുടർന്ന് തെർത്തുല്യന്റെ നേതൃത്വത്തിലുള്ള മറ്റൊരു പാഷണ്ഡത നിലവിൽ വരികയാണ് ചെയ്തത്. ചില പാപങ്ങൾക്ക് മോചനമില്ല എന്നുള്ള രീതിയിലുള്ള പ്രചരണമാണ് അവർ നടത്തിയത്. അധികം താമസിക്കാതെ ഈ പാഷണ്ഡതയും ഇല്ലാതായി. സഭയെ തകർക്കുവാൻ മാർസിയൻ, പ്രാക്സിയാസു, വാലന്റിയൻ, 2 തിയഡോസുമാർ എന്നിവർ ഒരുമിച്ച് വന്നെങ്കിലും ഈ പാഷണ്ഡതകളെല്ലാം നിഷ്പ്രയാസം മാർപ്പാപ്പ ഇല്ലാതാക്കുകയാണ് ഉണ്ടായത്. സഭയിൽ നിരവധി നവീകരണ ആശയങ്ങൾക്ക് തുടക്കം കുറിച്ചത് സെഫറിന്യൂസ് മാർപ്പാപ്പയാണ്. AD 202 വരെ മരത്തിന്റെ കാസയാണ് ദിവ്യബലിക്ക് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഈ കാസ ഈശോയുടെ തിരുരക്തം വലിച്ചെടുക്കുന്നു എന്ന് ദിവ്യകാരുണ്യ ഭക്തനായ പാപ്പ കണ്ടുപിടിച്ചു. അതേ തുടർന്ന് ദേവാലയങ്ങളിൽ ലോഹം കൊണ്ടുള്ളതോ സ്ഫടികം കൊണ്ടുള്ളതോ ആയ കാസ ഉപയോഗിക്കണമെന്ന് അദ്ദേഹം കൽപ്പന പുറപ്പെടുവിച്ചു. കലിസ്റ്ററിന്റെ ഭൂഗർഭാലയം സഭയ്ക്ക് വേണ്ടി വാങ്ങിയത് സെഫറിന്യൂസ് മാർപ്പാപ്പയാണ്. അങ്ങനെ 18 വർഷക്കാലത്തോളം സഭാ നൗകയെ നയിച്ച മാർപ്പാപ്പ AD 217 ഡിസംബർ 20 നിര്യാതനായി. രക്തസാക്ഷി അല്ലെങ്കിലും സഭ അദ്ദേഹത്തെ രക്തസാക്ഷി എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കുന്നത്. കാരണം മതമർദ്ദകരുടെ കയ്യിൽ നിന്നും അത്രമാത്രം അദ്ദേഹത്തിന് സഹിക്കേണ്ടതായി വന്നിട്ടുണ്ട്. മാർപ്പാപ്പയുടെ തിരുനാൾ ആചരിക്കുന്ന ഇന്നേ ദിവസം നമുക്ക് അദ്ദേഹത്തിന്റെ മാധ്യസ്ഥം യാചിക്കാം. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.